നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നടന്ന +2 പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീ ആണ്. ഇന്ന് പരീക്ഷ എളുപ്പമായിരുന്നു. നമ്മള് ക്ലാസ്സുകളിൽ എടുത്ത ഒരുപാട് ഫാക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. വളരെ സന്തോഷം. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ പുറത്തിറക്കിയ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അതിലും വളരെയധികം സന്തോഷം. നമ്മൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഉപകാരമായിട്ട് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കീ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് കയറി ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൂടി ഫോളോ ചെയ്തേക്കാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏത്? പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത്? ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരുന്നത് ആര്? കാനിങ് പ്രഭു. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേരാണ് ബ്ലഡി സൺഡേ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോപാസ്. താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? പാരാദ്വീപ്. താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന മുഖ്യ വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ? അധ്യക്ഷനും 2 അംഗങ്ങളും. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഇതെല്ലാം SCERT എന്നാണ്, SCERT സോഷ്യൽ സയൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഉദ്യോഗസ്ഥ വൃന്ദം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം. അപ്പൊ SCERT സോഷ്യൽ സയൻസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടീം SCERT സോഷ്യൽ സയൻസ് 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ടുള്ള ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്, ദ അൾട്ടിമേറ്റ് സക്സസ് മന്ത്ര. അപ്പൊ ഈ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ മെസ്സേജ് ഒക്കെ അയച്ച് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ പുസ്തകം ഇനിയും വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങൾ ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ബുക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം? 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്രം. ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സ്പീക്കറാണ്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത്? വരുമാന നികുതി. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് ബഡ്ജറ്റ് ആണ്. ഇന്ത്യയുടെ
ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂലധന ചെലവിൽ ഉൾപ്പെടാത്തത് ഏത്? സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാന്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? സ്റ്റേപ്പിസ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തതാ രോഗം ഏതാണ്? സ്കർവി. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കേഴ്സൺ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? സുവോളജിക്കൽ ഗാർഡൻ. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് നിരങ്ങൽ ഘർഷണം മൂലമാണ്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സ രി ഗ മ പ ധ നി എന്നിവയിൽ ആവൃത്തി ഏറ്റവും കൂടിയ സ്വരം ഏതാണ്? നീ. വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിൽ ആണ്. ഈ തിളക്കത്തിന് കാരണം പൂർണാന്തര പ്രതിപതനം. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ആന്റിസെപ്റ്റിക്. കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഡ്രീം വീവർ ആണ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത്? പ്ലോട്ടർ. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പാണ് ഫിഷിംഗ്. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം ഭൂനികുതി അടയ്ക്കൽ. താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പട്ടികകളിലെ വിവരങ്ങൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. കോവോവാക്സ്, കോവോവാക്സ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. കോർബേവാക്സ് ബയോളജിക്കൽ ഇ ലിമിറ്റഡ്. കോവാക്സിൻ ഭാരത് ബയോടെക്. ജംകോവാക് 19 ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ്. താഴെ പറയുന്നവയിൽ ലിസ ചാനലുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. കേരളത്തിന്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടി. കേരളത്തിൽ ആദ്യമായി COVID-19 വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏത്? എറണാകുളം. 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി പി വത്സല. താഴെ പറയുന്നവയിൽ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ്. 2, 3, 4. 1 തെറ്റിപ്പോവാൻ കാരണം അദ്ദേഹം കാസർഗോഡ് ജില്ലയിലാണ് ജനിച്ചത്. KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യൻ. രാജാ രവിവർമ്മ അവാർഡ്, തിക്കുറിശ്ശി അവാർഡ് എന്നിവ നേടി. ചെന്നൈയിലെ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജ്, ലണ്ടനിലെ സ്ലേറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏവ? ഓപ്ഷൻ സി അഞ്ചടി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡേവിസ് കപ്പ് ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാക്കർ കപ്പ് ഗോൾഫുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറച്ച് കൃതികൾ തന്നിട്ടുണ്ട്. ഇവയിൽ എം അച്യുതന്റെ കൃതികൾ ഏതൊക്കെയാണ്? 1, 2 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചെറുകഥ ഇന്നലെ ഇന്ന്, പാശ്ചാത്യ സാഹിത്യ ദർശനം. താഴെ പറയുന്നവയിൽ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? ഓപ്ഷൻ സി ആണ്. TV ചന്ദ്രനാണ് കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. മാത്സ് ആൻഡ് മെന്റലിബിലിറ്റി നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച സെയിം പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ക്ലാസ് എടുത്ത് ഞാൻ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പറഞ്ഞത് കേട്ട് പഠിച്ചവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. 51ാമത്തെ ചോദ്യം 2, 4, 8, 10, 20. അടുത്ത ആൻസർ, അടുത്ത നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. ഓപ്ഷൻ ബി.
റാണി 180 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി 198 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം എത്ര? 10%. -1:121 into √576 is equal to ഓപ്ഷൻ സി -24. ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 106. ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്ക് 36 എന്ന് എഴുതിയാൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ സി 79 ആണ്. അലീന ഒരിടത്ത് നിന്നും തെക്കോട്ട് 35 മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം വടക്കോട്ട് 40 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരച്ചിടത്തു നിന്നും എത്ര അകലത്തിലാണ് അലീന ഇപ്പോൾ നിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ 25 മീറ്റർ. ഒരു മാസത്തിലെ 3-ാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുൻപായിരുന്നെങ്കിൽ ആ മാസത്തെ 26-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ സി ഞായർ. 7:348 അങ്ങനെയാണെങ്കിൽ 8 എത്രയാണ്? 517 ആണ്. ഓപ്ഷൻ ബി. ഒരു ക്ലോക്കിലെ സമയം 4:40 മണിയാണ്. ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? ഓപ്ഷൻ സി ആണ് 7:20. ഒരു സംഖ്യയുടെ 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യയായി വരാൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ എ 5. സുനിലും അനിലും ചേർന്ന് ഒരു ജോലി 6 മണിക്കൂർ കൊണ്ട് തീർക്കും. സുനിൽ തനിച്ച് ആ ജോലി 10 മണിക്കൂർ കൊണ്ട് തീർക്കുമെങ്കിൽ അനിലിന് തനിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം? ഓപ്ഷൻ ഡി 15 മണിക്കൂർ. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം? ഓപ്ഷൻ ബി 400 മീറ്റർ. 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരവുമുള്ള ഒരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഓപ്ഷൻ എ 40,000 ലിറ്റർ. മനു ബിസിനസ് ആവശ്യത്തിനായി 40,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? ഉത്തരം 41,600 ആണ്. എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, പലിശയല്ല. പലിശ മാത്രമാണെങ്കിൽ 1,600. 40,000ന്റെ കൂടെ കൂട്ടി 41,600. അടുത്ത ചോദ്യം 5/9 into 5/9 minus 4/9 into 4/9 divided by 5/9 minus 4/9 is equal to 1. 3 സഹോദരന്മാരുടെ വയസ്സുകൾ 3:5:7 എന്ന അംശബന്ധത്തിലാണ്. അവരുടെ ആകെ പ്രായം 90 ആണെങ്കിൽ ഇളയ സഹോദരന്റെ പ്രായം എത്ര? 18. ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 34, 6-ാം പദം 67 ആയാൽ ആദ്യ പദം? ഓപ്ഷൻ ബി 12. 3 + 7 into 6 minus 4 into 4 plus 6 is equal to ഓപ്ഷൻ സി 20. ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ജയിച്ച കുട്ടികളിൽ അരുണിന്റെ റാങ്ക് മുകളിൽ നിന്നും 15-ാമതും താഴെ നിന്ന് 30-ാമതുമാണ്. 7 കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു എങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 51. യു വിയുടെ സഹോദരനാണ്, ഡബ്ല്യു യുവിന്റെ സഹോദരിയാണ്, എക്സ് ഡബ്ല്യുവിന്റെ പുത്രനാണ്. എന്നാൽ എക്സിന് വിയോടുള്ള ബന്ധം എന്താണ്? അനന്തരവനാണ്. അടുത്ത ചോദ്യം ഗോൾഡ് as well as iron dash found in Mexico. Choose the correct form of the verb given in brackets to fill the blank from the options below. ഉത്തരം ഓപ്ഷൻ ബി is. Each of the players dash the same chances to win. Choose the correct option. Option A has. Too much moisture in the air dash metal things to rust. Option A causes. Option A ആണ് causes. The bus stop is near dash house. Option D our. അടുത്ത റിഫ്ലെക്സീവ് pronoun ആണ്. We don't need any help. We will do it. Option C ourselves. You are Spanish dash. Fill up the blanks with the correct question tag. ഉത്തരം ഓപ്ഷൻ സി aren't you. Let's have a coffee. Correct question tag ഏതാണ്? ഓപ്ഷൻ എ shall we. Use the correct preposition to fill up the blank. We will meet dash the airport. ഉത്തരം ഓപ്ഷൻ എ at. Change into indirect speech. He said I have finished. ഉത്തരം ഓപ്ഷൻ ഡി he said that he had finished. Report the following sentence. He said will you have a seat. Option B he asked me to have a seat.
Choose the correct option to make the same as the idiom given below. Are you okay? You look a bit down in the mouth. അപ്പോൾ ഡൗൺ ഇൻ ദ മൗത്ത് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഹാപ്പി. ഷീ ട്രാവൽ ദ വേൾഡ് ഇൻ പെർസ്യൂട്ട് ഓഫ് ഹർ ഡ്രീംസ്. പെർസ്യൂട്ടിന്റെ സിനോണിം എഴുതാനാണ്. ഉത്തരം ഓപ്ഷൻ ഡി, എയിം. The man stood with his arms akimbo, smiling before the large mirror. Choose the correct option to mean the underlined word. Uttaram option D, Y-shaped. The summer sun was at its zenith in a cloudless sky. സെനത്തിന് സിനോണിം അല്ലാത്തത് ഇവിടെ പീക്ക് ആയിരിക്കും വരുന്നത്. അപ്പെക്സ് എന്ന് വെച്ചാലും സമ്മിറ്റ് എന്ന് വെച്ചാലും ഹിൽ ടോപ്പ് എന്ന് വെച്ചാലും ഹൈ പൊസിഷൻ, അതായത് മുകളിൽ എന്നാണ് അർത്ഥം. പീക്ക് എന്ന് വെച്ചാൽ ടിപ്പ്, ഹൈ പൊസിഷന്റെ ടിപ്പ് എന്നാണ് വരുന്നത്. പക്ഷെ എല്ലാം മീനിങ് ആയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ ഏതാ ഉത്തരം കൊടുക്കുന്നതെന്ന് നോക്കാം. എ ഡാഷ് ഓഫ് ഡോൾഫിൻ, കളക്റ്റീവ് നൗൺ ഓപ്ഷൻ ഡി, പോഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് മിസ്പെൽറ്റ്? മിസ്പെൽറ്റ് ഓപ്ഷൻ എ, ഒക്കേഷണലി. ഒക്കേഷണലിക്ക് ഒരു എസ് മതി. OCCASIONALLY ആണ്. വാട്ട് ഈസ് ദ കറക്റ്റ് ഫോം ഓഫ് ETC? എറ്റ്സെട്ര എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ETCETERA. The dash of his mother was unbearable. Choose the correct word to bring out the correct meaning of the sentence. The loss ആണ്. Don't get upset. I was only pulling your leg. Pulling your leg എന്നതിന്റെ മീനിങ് എന്താണ്? I was just joking. She was a dash writer of novels and short stories. Choose the most suitable word to make the above statement meaningful. ഉത്തരം ഓപ്ഷൻ ബി, prolific. അടുത്തത് മലയാളം ചോദ്യം. ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നവോത്ഥാനം പിരിച്ചെഴുതിയാൽ നവ അധികം ഉത്ഥാനം. ദൃഢം വിപരീത പദം ശിഥിലം. ശരിയായ പദം എടുത്തെഴുതുക കവയിത്രി. വാരി പര്യായ പദമായി വരുന്ന വാക്ക് ജലമാണ്. കുളിക്കാതെ ഈറനൊടുക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥം കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. ഒറ്റപ്പദം എഴുതുക വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. ഏകവചന രൂപം ഏത്? വൈദ്യരാണ്. സ്ത്രീലിംഗ ശബ്ദം എഴുതുക പ്രഭു. നമ്മൾ മലയാളത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ പ്രഭു പറഞ്ഞതാണ് പ്രഭ്വി. ശരിയായ ഉത്തരം ഏത്? ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ്. ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട്. ആദ്യത്തെ തെറ്റ് എന്താണ്? വേറെ ഗത്യന്തരമില്ലാതെ എന്ന് പറയത്തില്ല. ഒന്നെങ്കിൽ വേറെ ഗതിയില്ലാതെ എന്ന് പറയണം, അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ എന്ന് പറയണം. ഇവിടെ മൂന്നാമത്തെ തെറ്റിയത് പുരോഹിതരും വിശ്വാസികളും നഗര പ്രദക്ഷിണം ഇങ്ങനെയല്ല എഴുതുന്നത്, അതുകൊണ്ടാണ് തെറ്റിയത്. ഓക്കെ, പ്രദക്ഷിണം നടത്തി. അപ്പൊ 100 ചോദ്യങ്ങൾ. ഇതിൽ നിന്നും എത്ര ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് വന്നു എന്ന് ക്ലാസ് ഫോളോ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുസ്തകം, നമ്മുടെ അൾട്ടിമേറ്റ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് SCRT 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ ഓരോ ചാപ്റ്ററായിട്ട് എടുത്ത് ന്യൂ പാറ്റേൺ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആക്കി ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അതുപോലെ ബുക്കിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.